ഈ പ്രതിപക്ഷ നേതാവിന് എന്തു പറ്റിയെന്നൊരു പിടികിട്ടുന്നില്ല. ഇന്നലെ പറഞ്ഞ കാര്യം ഘടകവിരുദ്ധമായത് ഇന്ന് ആധികാരികം വന്ന മട്ടിൽ അവതരിപ്പിക്കാൻ ഒരു സവിശേഷ സ്ഥിതി ഇപ്പൊ കുറെ കൂടി പ്രതിപക്ഷ നേതാവിന് ആർജിതമായിട്ടുണ്ട്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വ്യവസായ മന്ത്രി പറഞ്ഞു, ഈ ഞങ്ങൾ അതിവേഗ തീവണ്ടി വന്നപ്പോ സ്വീകരിച്ചു, കെ റെയിലിന് എതിർത്തു. ഞാനിത് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നേരെ ഒന്നാമത്തെ നിരയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിയമസഭയിൽ ഇരിക്കല്ലേ. ശ്രീ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ഒരു ഉപചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണല്ലോ ഞാൻ ആ പരാമർശം നടത്തുന്നത്. എന്താ അദ്ദേഹം കൈപൊക്കിയിട്ട് കൈപൊക്കിയാൽ കൊടുക്കില്ല സ്പീക്കർ. നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും. നിയമസഭയിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കൃത്യമായ മറുപടി കിട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തീരുന്ന ഒരു ബലൂണാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് അദ്ദേഹം ഉപപ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം നിശബ്ദനായിട്ട് കേട്ടിരുന്നു. എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിലും ഇന്നലെ ഒരു മീറ്റിംഗിലും പറയുകയുണ്ടായി, അത് ഇങ്ങനെ പറയുകയുണ്ടായി, വ്യവസായ മന്ത്രി ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അപ്പം ചോദിക്കാമല്ലോ ഞാൻ ഇവിടെ പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ? കേരളിനെ ഞങ്ങൾ എതിർത്തു, അതാണ് വേഗതയുള്ള ട്രെയിൻ വേണം കേരളത്തിൽ, അതിന് എന്തിനാണ് നമ്മൾ എതിർക്കേണ്ടത്? അപ്പൊ ആർക്കാണ് ഇത്ര തിടുക്കം എന്ന് പറഞ്ഞതാരാ? UDF ആളല്ലേ. ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ നോക്കിയായിരുന്നു, ഇതൊന്നും നിങ്ങൾ കേട്ടു നോക്ക്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങള് കേരളയിൽ കൊണ്ടുവരും. ഈ വന്ദേ ഭാരത് വന്നപ്പോ തന്നെ ഞങ്ങളന്ന് പറഞ്ഞു വന്ദേ ഭാരത് വന്നാൽ മതി, 495 വന്ദേ ഭാരത് ഇന്ത്യയിൽ വരുന്നുണ്ട്, അതിന്റെ വ്യൂസ് കേരളത്തിൽ കിട്ടും. ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത്? 2.5 മണിക്കൂറിന്റെ എറണാകുളത്ത് എത്തും. വന്ദേ ഭാരത് വൈകുന്നേരം 4 മണിക്ക് കയറി കഴിഞ്ഞാൽ ഇല്ലേ, 6:30 എത്തും വൈകുന്നേരം. ഒരു 2 വന്ദേ ഭാരത് കൂടി വന്നു കഴിഞ്ഞാൽ അല്ല അതൊക്കെ ഉണ്ടാവുമല്ലോ, അത് കുറച്ചൊക്കെ വ്യത്യാസം വരുന്നു. മറ്റു ട്രെയിനിലൊക്കെ പോകും. വന്ദേ ഭാരത് ഉണ്ടെങ്കിൽ ഇനി ഒരു അതിവേഗ തീവണ്ടിയും വേണ്ടെന്ന്. ഇത് അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മുഖവും തന്നെയാണ്, എല്ലാ ടിവിയിലും വന്നതാണ്. ഒരു വന്ദേ ഭാരത് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കൂടി കിട്ടിയാൽ ഇനി അതിവേഗ റെയിൽ വേണ്ടാന്ന്. അതിനുശേഷം ഒരു വന്ദേ ഭാരതും വന്നു, ഒരു ബാംഗ്ലൂർ വന്ദേ ഭാരതും വന്നു. അപ്പൊ വന്ദേ ഭാരത് വന്നാൽ പിന്നെ അതിവേഗ ട്രെയിൻ വേണ്ട എന്ന് പറഞ്ഞ ഇതേ VD സതീശൻ തന്നെയല്ലേ ഇന്നിപ്പോ ഞങ്ങൾ അതിവേഗ എന്തെങ്കിലും എതിർത്തിട്ടുണ്ടോ? കേരളയിൽ ഞങ്ങൾ എതിർത്ത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകും, കേരളത്തിൽ ഇത്തരം സംവിധാനങ്ങൾ വേണ്ടേ എന്ന് പറയുമ്പോൾ ഇതെന്താ? എങ്ങനെയാ അദ്ദേഹത്തിന് ഇത്രയും താൻ പറഞ്ഞതിനെ ഒറ്റ നിമിഷം കൊണ്ട് മലക്കം പറഞ്ഞ് അത് വേറെ ആരോണോ എന്ന മട്ടിൽ പിറ്റേ ദിവസമൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത്? ഇതൊരു അസാധാരണമായ സിദ്ധിയാണ് അദ്ദേഹത്തിന്. ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ല, പിന്നെ അദ്ദേഹം പറയുമ്പോൾ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു ഇവിടെ മെട്രോ കൊണ്ടുവന്നു, അന്ന് ഈ ശ്രീധരൻ വേണമായിരുന്നു. വ്യവസായ മന്ത്രി തന്നെ അവിടെ ഒരു സമരം നടത്തി അന്ന്. അതില് DMRC ഈ ശ്രീധരനെ ഒഴിവാക്കാൻ പോണു. ആരും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല, അത് വ്യവസായ മന്ത്രി ഉണ്ടാക്കിയൊരു കഥയാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ കേട്ടു നോക്കൂ. എനിക്കറിയാമല്ലോ കൊച്ചി മെട്രോയെ കുറിച്ച്. കൊച്ചി മെട്രോ DMRC വിത്ത് ശ്രീധരൻ എന്നുള്ള ഫോർമുല അതാണ് വേണ്ടത് എന്ന് ശക്തമായ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. നിർഭാഗ്യവശാൽ അതല്ല, വേറൊരു സംവിധാനമാണ് അവിടെ നല്ലത് എന്ന് കരുതി ധാരാളം കരുക്കൾ നീക്കിയിരുന്നു. ആ ഘട്ടത്തിൽ ശക്തമായ ഇടപെട്ട ആളുകളിൽ ഒരാളാണ് ഞാനും. ഞാൻ ഇടപെട്ടു എന്ന് മാത്രമല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഈ വിഷയം പ്രത്യേകമായി ചർച്ച വരികയും KPCC തീരുമാനമെടുത്തു, DMRC വിത്ത് ശ്രീധരൻ. അപ്പോ കഥയല്ല എന്ന് പറയുന്നത് ആരാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ശബ്ദം മനസ്സിലായോ? ആർക്കും മനസ്സിലായി? VM സുധീരൻ അന്നത്തെ KPCC പ്രസിഡന്റാണ്. DMRC ഒഴിവാക്കാൻ നോക്കി, DMRC ശ്രീധരനെ ഒഴിവാക്കാൻ നോക്കി കഴിഞ്ഞപ്പോ KPCC തന്നെ തീരുമാനം എടുത്തിരുന്നു. അപ്പൊ ഞാൻ മെനഞ്ഞ കഥയാണ്. എന്തിനാ പ്രതിപക്ഷ നേതാവ് ഇത്രമാത്രം തരം താഴുന്നത്? ഇനി അന്ന് ഈ ശ്രീധരൻ പറഞ്ഞുകൂടി നോക്കിക്കോളൂ. രാജീവാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യ സംഘടന സംഘടിപ്പിച്ചു പോയി. അന്ന് ഞാൻ അത്രയ്ക്ക് അപ്രൂവ് ചെയ്തിരുന്നില്ല, എന്റെ ആവശ്യമുണ്ടോന്നുള്ളത്. ഇപ്പോഴാണ് മനസ്സിലായത് അത് നടന്നില്ലെങ്കിൽ അന്ന് DMRC കിട്ടില്ലായിരുന്നു. അന്നത്തെ അതേ അധിക്ഷേപിച്ച സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ DMRCക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രീധരൻ തന്നെ പറയുന്ന ഭാഗം. ഇതെല്ലാം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞൂടെ? അപ്പൊ എന്തിനാണ് അദ്ദേഹം ഇത്രയും മാത്രം പ്രതിപക്ഷ തരം താഴുന്നത്? പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, അത് ഞാൻ തന്നെ അദ്ദേഹത്തിന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ
ഭൂമിക്കടിയിലെ ബോംബാണ്, ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ പ്രസംഗം ഞാൻ നിയമസഭയിൽ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഉണ്ടെന്നാ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വ്യക്തത വരുത്തിയതാ. അദ്ദേഹം ജനപ്രതിനിധി എന്നതിൽ ഒന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗെയിലുമായി ബന്ധപ്പെട്ട് ന്യായമായ നഷ്ടപരിഹാരം കിട്ടിയത് അന്ന് നടന്ന ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ടാണ്. ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? ഒന്ന്, വീടുകളോട് ചേർന്നുള്ള അലൈൻമെന്റിന്റെ പ്രശ്നം. രണ്ട്, ഭൂമി പൈപ്പ് ഇടുന്നതിനുള്ള രാജ്യത്തെ നിയമപ്രകാരം 10% മാത്രമേ നഷ്ടപരിഹാരം ഭൂമി വിലയുടെ കിട്ടുകയുള്ളൂ. എന്നാൽ അവിടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമിയുടെ വില സ്വാഭാവികമായിട്ടും കുറയും. അത് കണക്കിലെടുത്തുകൊണ്ട് ന്യായമായ വില കിട്ടണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ആലുവ പാലസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ഈ മണ്ഡലത്തെ ഇവിടെ പ്രതിനിധീകരിച്ചിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് ചർച്ച നടത്തി. അതിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു, കേന്ദ്ര നിയമമാണ്, ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല, 10% നൽകാൻ കഴിയുള്ളൂ. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കേന്ദ്ര നിയമം തന്നെ ഭൂമി വിലയുടെ 10%. ഭൂമി വില പക്ഷെ ആരാ നിശ്ചയിക്കുന്നത്? ഭൂമി വില സംസ്ഥാനമാണ്. അപ്പൊ ഭൂമിയുടെ വില തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള മാറ്റം വരുത്തി. അങ്ങനെയാണ് എല്ലാ ആളുകളും ഒരു തർക്കമില്ലാതെ പൈപ്പിടാൻ സമ്മതിച്ചത്. ന്യായമായ പ്രായോഗികമായ തീരുമാനം. അങ്ങനെയാണ് അതെല്ലാം വ്യക്തമാക്കിയതാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ, നിയമസഭയ്ക്കകത്ത് തന്നെ പറഞ്ഞു, ഞാൻ വിദ്യാഭ്യാസ മന്ത്രി അവനെ വേണമെന്ന് ഞാൻ വിളിച്ചിട്ടില്ല. ഇതെല്ലാവരുടെ കയ്യിലിരിക്കില്ല അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന ആളും രണ്ട് വി ഡി സതീശനാണോ? എന്തിനാ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഇതെല്ലാം വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? സ്പ്രിംഗ്ലറിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഞാൻ കേസ് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ കേസ് കൊടുത്ത് ചെന്നിത്തലയാണല്ലോ. അപ്പോൾ അദ്ദേഹം കേസ് കൊടുത്ത K4-നകത്തല്ലേ ഹൈക്കോടതി ചോദിച്ചത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏതൊരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്നാണ്. അപ്പൊ കോടതിയിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത വരുമ്പോ അങ്ങനെയാണോ പരാമർശിക്കുക? ആ കേസ് തള്ളിയില്ലേ? AI ക്യാമറ, ഒരു തെളിവും ഹാജരാക്കാൻ, ഇത്രയും വലിയ ഇതിനകത്ത് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്ത വിധം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വിധിക്കകത്ത് എഴുതി വെച്ചില്ല. അദ്ദേഹത്തിന്റെ കേസല്ലേ? ഒരു യുവ സംരംഭകൻ വന്നപ്പോ ഓട്ടോറിക്ഷക്കാരന്റെ ഡ്രൈവർ ഓർണാണ് ഷെയർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചില്ലേ? സ്പ്രിംഗ്ലർ ഇപ്പോ ഇവിടെ ഡൽഹിക്ക് അടുത്ത് വലിയ തോതിലുള്ള സംവിധാനം തുടങ്ങിയില്ലേ? 26,000 കോടി ഷെയറുള്ള ആസ്തിയുള്ള സംവിധാനമായി സ്പ്രിംഗ്ലർ വളർന്നില്ല. മലയാളിയുടെ ഇവിടെ തുടങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വിവാദമുണ്ടാക്കിയ ആളുകളല്ലേ? അതേപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒന്നും അനങ്ങിയില്ലല്ലോ. ഹരിത MLA-മാർ അന്ന് പറഞ്ഞു ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. എന്റെ കയ്യിലെല്ലാം ബ്ലോഗ് ഇരിക്കല്ലേ, അദ്ദേഹം എഴുതിയതെല്ലാം. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കുറച്ച് നാളെ വല്ലാതെ നിലമറന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളല്ലേ ഇത് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാം എല്ലാവരുടെ കയ്യിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. ഒരു വശത്ത് പ്രത്യേകമായൊരു പരിവേഷം, മറുവശത്ത് മാധ്യമ പരിലാളനകളിലൂടെയുള്ള ഒരു ഊതി വെറുപ്പിക്കലാണെന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ, ഒരു ചുമതലയിൽ വഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോ നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോകൾ വച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്തായാലും ചിലത് കയ്യിലുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് നിയമസഭയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പുറത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിയമസഭയിൽ ഇത് പറയുമ്പോൾ നിശബ്ദനായി കേട്ടിരിക്കുകയും പുറത്തു വന്നിട്ട് നിങ്ങളാരും ചോദിക്കില്ല എന്ന നല്ല ധൈര്യമുള്ളത് കൊണ്ട് ഇത്തരം നുണകൾ, പച്ച നുണ തന്നെ, നിയമസഭയ്ക്ക് നുണ എന്ന് പറയാൻ പറ്റില്ല, വസ്തുതാ വിരുദ്ധം എന്നേ പറയാൻ പറ്റുള്ളൂ. പുറത്തു പറയുന്നതിൽ തെറ്റില്ല. അതിങ്ങനെ പറയുന്ന രീതി അത് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണോ, കാലഹരണപ്പെട്ട ഒരു രീതിയല്ലേ അദ്ദേഹം പിന്തുടരുന്നതെന്ന് അദ്ദേഹം തന്നെ നോക്കണം.